താങ്കളുടെ ഒരു പോസ്റ്റ് കാണാനിടയായി. അതായത് ഇൻ ദ എൻഡ് വാസ് എ നെയിം ആൻഡ് നെയിം വാസ് വിത്ത് ലൂസിഫർ ആൻഡ് നെയിം ഈസ് ലൂസിഫർ. അതായത് ഇത് തികച്ചും ബൈബിളിലെ ഒരു വാക്യമാണ്. അതായത് ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് ആൻഡ് വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് വേർഡ് ഈസ് ഗോഡ്. അതായത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അതായത് ആ വചനം തേജസ്സിൽ ജഡത്തിൽ വന്നു, ഞങ്ങളുടെ ഇടയിൽ പാർത്തു. ആ വചനം യേശുക്രിസ്തു ആണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്തിനാണ് താങ്കൾ ബൈബിളിലെ ആ വാക്യം എടുത്ത് അതിന് സമാനമായിട്ടുള്ള ഒരു ഡയലോഗ് ക്രിയേറ്റ് ചെയ്തതെന്നുള്ളത് എനിക്കത് താങ്കളുടെ ഒരു എക്സ്പ്ലനേഷൻ അറിഞ്ഞാൽ കൊള്ളായിരുന്നു. കാരണം ഇങ്ങനെ നമ്മുടെ വിശ്വാസപരമായിട്ട് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ആഗോളപരമായിട്ട് എല്ലാ ക്രിസ്ത്യാനികളും വളരെ ഡിവൈനായിട്ട് വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഡിവിനിറ്റി, അതായത് യേശുക്രിസ്തുവിൻ്റെ ഡിവിനിറ്റിയെ കാണിക്കുന്ന ഒരു ചാപ്റ്ററാണ് ജോൺ എന്ന് പറയുന്ന ചാപ്റ്റർ. ആ ചാപ്റ്ററിലെ വചനം തന്നെ, ആദ്യത്തെ വചനം തന്നെയാണ് താൻ. പക്ഷേ ഞങ്ങൾ മൂവി കാണും, ഞങ്ങൾ മൂവിയെ അതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി പാർട്ടായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഞാൻ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു അധ്വാനമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ അത് മറ്റുള്ളവരെ കാണിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരോട് കൂടെ പോയി കാണും. അതൊക്കെയാണ് ഞങ്ങളുടെ ഒരു രീതികൾ. അല്ലാതെ നമ്മളതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. പക്ഷേ എന്ത് കാരണം കൊണ്ടാണ് താങ്കളത് ഇട്ടതെന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. താങ്ക് യു.